സച്ചിൻ, ഈ രഹസ്യ യോഗം ചേർന്നിരുന്നു. ഷാഫി ആണ് ഈ യോഗം വിളിച്ചത്. എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്തെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ? ഒപ്പം തന്നെ ആരൊക്കെയാണ് ഇതിൽ പങ്കെടുത്തത്? പാലക്കാട് ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിൽ ഗ്രൂപ്പ് യോഗം ചേർന്നിരുന്നു. പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള നീക്കമാണ് ഷാഫിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. സച്ചിൻ ചേരുകയാണ്. സച്ചിൻ, ഷാഫി അവിടെ ഒരു യോഗം വിളിച്ചിരിക്കുന്നു. ആരൊക്കെയാണ് പങ്കെടുത്തത്? എന്തൊക്കെയാണ് അതിൻ്റെ ഒരു തീരുമാനങ്ങൾ? ഷമി, തീർച്ചയായും അടുത്ത പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ എന്ന ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഷാഫിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഇവിടെ പാലക്കാട് യോഗം ചേർന്നത്. ഷാഫി MLA ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഓഫീസിലാണ് ഇത്തരത്തിൽ ഒരു യോഗം ചേരുന്നത്. അതിൽ KPCCയുടെ പാലക്കാട്ടെ മുതിർന്ന നേതാവും അതുപോലത്തെ KPCCയുടെ ജനറൽ സെക്രട്ടറിയുമായ C ചന്ദ്രൻ, നിലവിലെ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള ആളുകളാണ് ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. മാത്രമല്ല, ഷാഫി അനുകൂലികളായിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ KSCയുടെയും DCCയുടെയും ഭാരവാഹികളും ഈ യോഗത്തിൽ പങ്കെടുത്തു എന്നാണ് നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. രഹസ്യ യോഗമാണ് പാലക്കാട് ഷാഫിയുടെ മുൻ MLA ഓഫീസിൽ ചേർന്നത് എന്ന് തന്നെയാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഇതിൽ പ്രധാനമായും ഷാഫി ഉന്നയിച്ചത്, നിലവിൽ പാർട്ടി നേതൃത്വം പറയുകയാണെങ്കിൽ പാലക്കാട് തന്നെ വീണ്ടും മത്സരിക്കും, മാത്രമല്ല ഈ പാലക്കാട് മന്ത്രിയായിട്ട് ഷാഫി പറമ്പിൽ വരുമെന്നും അതുപോലെ തന്നെ ഷാഫിയുടെ ഒപ്പം നിൽക്കുന്ന ആളുകൾക്കെല്ലാം സ്ഥാനമാനങ്ങൾ ലഭിക്കുമെന്ന വാഗ്ദാനവും നിലവിൽ ഷാഫി പറമ്പിൽ നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ കൃത്യമായ രീതിയിൽ അടുത്ത നിയമസഭാ മണ്ഡലത്തിൽ ഷാഫി പറമ്പിൽ പാലക്കാട് നിന്ന് തന്നെ മത്സരിക്കാനുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കങ്ങളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനമായി മറ്റൊരു കാര്യം, പാലക്കാട് DCC പ്രസിഡൻ്റായി C ചന്ദ്രനെ ഷാഫി പറമ്പിലും അതുപോലെ തന്നെ ഷാഫി പറമ്പിലിനെ അനുകൂലിക്കുന്നവരും നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന വിവരവും ലഭിക്കുന്നുണ്ട്. അതിൻ്റെ ചർച്ചകളും കഴിഞ്ഞ ദിവസം ചേർന്ന രഹസ്യ യോഗത്തിൽ നടന്നു എന്നാണ് നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു അതൃപ്തിയിലാണ് പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പനും അതുപോലെ തന്നെ പാലക്കാട്ടെ നിലവിലെ MPയുമായിട്ടുള്ള VK ശ്രീകണ്ഠനും എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. VK ശ്രീകണ്ഠൻ പാലക്കാട് മുൻ നഗരസഭാ ചെയർമാനായിട്ടുള്ള PV രാജേഷിൻ്റെ പേരാണ് കേന്ദ്ര നേതൃത്വത്തിന് ഇത്തരത്തിൽ DCC പ്രസിഡന്റ് ആവാൻ വേണ്ടിയുള്ള പട്ടികയിൽ നിർദ്ദേശിച്ചിട്ടുള്ളത് എന്നും അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു തർക്കം പാലക്കാട് കോൺഗ്രസിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ. ഷമ്മി.